എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ചെറിയൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. എൻ്റെ മുഖത്തെ സന്തോഷം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇന്ന് ചെറിയൊരു പർച്ചേസിംഗ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ പുതിയൊരു സൈക്കിൾ എടുക്കാൻ പോവാണ് ഗൈസ്. ഇലക്ട്രിക് സൈക്കിളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. പുതിയൊരു ഇലക്ട്രിക് സൈക്കിൾ നമ്മൾ റീസെൻ്റ്ലി റിവ്യൂ ചെയ്തിട്ടുള്ള ഒരു ഇലക്ട്രിക് സൈക്കിളാണ്. സാധാരണ സൈക്കിളുകൾ നമുക്ക് വീട്ടിൽ എത്തിച്ച് തരാൻ പാഴ്സലായിട്ട് എത്തിക്കാറ് അൺബോക്സിങ് വീഡിയോസ് നിങ്ങളൊക്കെ കണ്ടു കാണും. അതിന് കുറേ നിബന്ധനകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ നിബന്ധനകളെ ഒന്നും പാലിക്കാതെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി, നമ്മുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാൻ വേണ്ടി, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു സൈക്കിൾ എടുക്കാൻ പോവുകയാണ്. കാരണം സൊമാറ്റോ വ്ളോഗാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. അതുപോലെ തന്നെ അതൊക്കെ ഞാൻ വഴിയെ പറയാം. എറണാകുളത്തേക്ക് പോകണം ബൈക്ക് എടുക്കാൻ. വേറെ കൂട്ടുകാരന്മാരാരുമില്ല, എല്ലാവരും ലണ്ടനിലും UK യിലും കാനഡയിലൊക്കെയാണ്. അവിടെ പോയി സൈക്കിൾ എടുക്കുമ്പോൾ നമുക്ക് അവരെയൊക്കെ കാട്ടിത്തരാം. അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ്. എറണാകുളം വരെ പോകണം. ആലുവ, കളമശ്ശേരി, HMT ജംഗ്ഷൻ ആ ഭാഗത്തേക്കൊക്കെ അവിടെ വരെ എത്തേണ്ട ആവശ്യമുണ്ട്. സോ കാലത്ത് തന്നെ ഇറങ്ങാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഏത് സൈക്കിളാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഗസ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞിട്ട് ഗസ് ചെയ്യായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. വീഡിയോയുടെ അഭിപ്രായം ഫുള്ള് കണ്ടിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. സോ നേരെ നമുക്ക് അങ്ങോട്ട് പോകാം. ബസ് കയറാൻ പോകാം ഗൈസ്. പേര് മാധവ്, അവണിശ്ശേരി സബ്സ്ക്രൈബർ മീറ്റപ്പ്. ഞാനിപ്പോൾ എൻ്റെ നിയറസ്റ്റ് ടൗണിൽ വന്ന് നിൽക്കാണ് കേട്ടോ. ഇവിടുന്ന് ബസ് കയറാൻ വേണ്ടിയിട്ട് മുന്നിലോട്ട് വന്നു. നമുക്ക് അങ്ങോട്ടാണ് എറണാകുളത്തേക്ക് പോകേണ്ടത്. ബാക്കോട്ടാണ് തൃശ്ശൂർക്ക് പോകേണ്ടത്. ഈ സമയത്ത് തൃശ്ശൂർ ഭയങ്കര ഇതായിരിക്കും. വീട് എവിടെയാണ്? എൻ്റെ പേര് പുഴമ്പള്ളം. കേട്ടിട്ടുണ്ട്. അവിടെ ഫാമൊക്കെ ഇല്ലേ മീനിൻ്റെ? ഞാൻ പണ്ട് മീൻ വാങ്ങാൻ വന്നിട്ടുണ്ട് അവിടെ ഫാമിലിക്ക്. അപ്പോൾ ഇവിടുന്ന് എറണാകുളത്തേക്കുള്ള ബസ് കയറണം കേട്ടോ. ഇവിടുന്ന് ആലുവയിലേക്കുള്ള ബസ് കയറണം. എന്നിട്ടാണ് അടുത്ത പരിപാടി. അവിടെ നിന്ന് മെട്രോ പിടിച്ചിട്ട് വേണം കളമശ്ശേരി പോകാം. കളമശ്ശേരിയിലാണ് നമ്മുടെ സ്ഥലം വരുന്നത്. 9 മണിയായി. അങ്ങോട്ടേക്ക് വലിയ തിരക്കുണ്ടാവില്ല എന്ന് വിചാരിക്കണം. എന്തായാലും നോക്കി നോക്കാം. അപ്പോൾ കാണാം ഗൈസ്. ഈ എറണാകുളം ഫാസ്റ്റ് പാസഞ്ചറിൽ കയറാം കേട്ടോ. ഒരു ആലുവ 69 വേണ്ട ടിക്കറ്റിനായത്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോയോണ്ടിരിക്കുകയാണ്. പാലിയേക്കര ടോളൊക്കെ കഴിഞ്ഞു. ഇനി ഏകദേശം ഇപ്പോൾ 9 മണിയാണ്. 10:30 ആകുമ്പോൾ അവിടേക്ക് എത്തും കേട്ടോ. ആലുവ സൈഡിലേക്ക് എത്തും. അപ്പോൾ 10:30 ആവണം. 1.5 മണിക്കൂർ ഉണ്ടാവും. നമ്മൾ ഓൺ ദ വേ ആണ് കഴിയും. കൃത്യട്ടോ 10:30 മണി. ആലുവയിലെത്തി. ഇവിടുന്ന് മെട്രോ എടുത്തിട്ട് കളമശ്ശേരിയിലേക്കാണ് പോകേണ്ടത് കേട്ടോ. എത്തും തോറും എക്സൈറ്റ്മെൻറ്റ് കൂടി വരാം കേട്ടോ. സംഭവം കുറച്ച് നാളത്തേക്കാണെങ്കിലും പുതിയൊരു ബൈക്ക് എടുക്കാൻ പോകുമ്പോൾ എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ലേ. ഇവിടുന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് കളമശ്ശേരി എത്തണം, മെട്രോ സ്റ്റേഷൻ എത്തണം. അവിടെ നിന്ന് സൈക്കിൾ എടുത്തിട്ട് അവിടെ നിന്നാണ് കേട്ടോ ഡെലിവറി എടുക്കുന്നത് നമ്മൾ ബൈക്ക്. ആക്ച്വലി അത് കഴിഞ്ഞിട്ട് എനിക്കൊരു പരിപാടിയുണ്ട്. ഇവിടെ ഒരു ഒരു സെമിനാരി ഉണ്ട് കേട്ടോ. സെമിനാരി കുറേ കാലം പഴക്കമുള്ളൊരു സെമിനാരി. നമ്മുടെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ കാണുന്ന രീതിയിലുള്ളൊരു സെമിനാരി. അപ്പോൾ അങ്ങോട്ടേക്കൊന്ന് പോകണം. നമ്മുടെ പണ്ടത്തെ തേരാപ്പാര കഴിഞ്ഞ വട്ടം ചെയ്തില്ലേ, നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലത്തെ സംഭവം കേട്ടോ. ഇവിടെ ഒരു സംഭവം ഉണ്ട്, കാട്ടിത്തരാം. അവിടേക്ക് എൻട്രൻസും കാര്യങ്ങളും ഇല്ല എന്നാണ് അറിഞ്ഞത്. ഏതായാലും നോക്കി നോക്കാം. ആദ്യം ഡെലിവറി എടുക്കട്ടെ ബൈക്ക്. KSEBിയുടെ ബാക്ക് സൈഡ്, HMT ജംഗ്ഷൻ, KSEBിയുടെ ബാക്ക് സൈഡ് ആ സ്റ്റാൻഡ് അല്ലേ? ഓക്കെ. ഞാനും വിചാരിച്ചേ മെട്രോ ഇറങ്ങിയിട്ട് ഇവിടെ സ്റ്റാൻഡിൽ ഓട്ടോ വരേണ്ടതാണ്. ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അല്ലേ? ഞാൻ അവിടെ ഒരു ഇലക്ട്രിക്കിൻ്റെ ഓട്ടോറിക്ഷയുടെ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു ഇവിടെ. എത്ര ഞാൻ ചോദിച്ചോട്ടെ. ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരം ഉള്ളോ? എത്ര ഞാൻ ചോദിച്ചു നോക്കാം. ചേട്ടാ KSEBിയുടെ ബാക്ക് സൈഡിലേക്ക് രുചിയുടെ ഗോഡം എത്ര രൂപ? ആ 80 രൂപ. കിലോമീറ്ററിന് എത്രയാട്ടോ ഇവിടെ ടൗണിൽ? 30 അല്ലേ? തൃശ്ശൂരൊക്കെ 25 ആ റേഞ്ചാണ് കേട്ടോ. ഇവിടെ ടൗൺ ആയതുകൊണ്ട് ചിലപ്പോൾ 30 രൂപ ആ ഒരു ഇതിൽ വാങ്ങും. അപ്പോൾ ഇവിടുന്ന് എത്ര കിലോമീറ്റർ റോഡ്?
കിലോമീറ്റർ അടുത്ത് വരും, 3 കിലോമീറ്റർ അടുത്ത് വരും കേട്ടോ. സോ സൂപ്പർ എക്സൈറ്റഡ്. 80. ഓക്കെ ശരി, താങ്ക്സ് ഗൈസ്. ഇവിടെ വീഡിയോ പ്രൊഹിബിറ്റഡ് ഏരിയ ആണ്. ആൾ ഞാൻ വന്നപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ വീഡിയോ വ്ളോഗ് എടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ വ്ളോഗ് ഇവിടെ പറ്റില്ല, വീഡിയോ പ്രൊഹിബിറ്റഡ് ഏരിയ ആണെന്നാണ് പറഞ്ഞത്. സോ നോക്കി നോക്കാം. വണ്ടി ആദ്യം കയ്യിൽ കിട്ടട്ടെ കേട്ടാ, വണ്ടി നോക്കട്ടെ ഗൈസ്. വണ്ടി ആദ്യം കിട്ടട്ടെ, ആളെ വിളിക്കട്ടെ, സെറ്റ് ചെയ്യട്ടെ കേട്ടാ. ഓനെ വിളിച്ച് നോക്കട്ടെ. അപ്പോൾ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മുടെ ഇലക്ട്രിക് സൈക്കിൾ കിട്ടിയിരിക്കുകയാണ്. കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ലേറ്റായി. ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള ഇലക്ട്രിക് സൈക്കിൾ കേട്ടോ. ക്രാഡിക്കിൻ്റെ അൾട്ടസ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്, സിംഗിൾ സ്പീഡാണ്. ഈ ഒരു ബൈക്കാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ റിവ്യൂ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇതിൻ്റെ ഡീറ്റെയിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. ബാക്കി വേറെ പ്രത്യേകിച്ചും കാര്യങ്ങളൊന്നുമില്ല. അതിൽ ഫുൾ ചാർജ് ബാറ്ററിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ പരിപാടി പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇൻസ്റ്റാഗ്രാം റീൽസിൽ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സാധനം ഉണ്ടായിരുന്നു, വൈറലായിട്ടുള്ളൊരു സെമിനാരി ഉണ്ടായിരുന്നു. ഫ്രഞ്ചുകാർ പണിതതാണെന്നാണ് കമൻറ്റ് ബോക്സിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനത് വ്യക്തമായിട്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. കിടിലൻ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടിലൻ സാധനം. നമ്മുടെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ മാത്രം കാണുന്ന തരത്തിൽ ആർക്കിടെക്ചറുള്ള ഒരു സെമിനാരിയാണ് കേട്ടോ. പള്ളി സെമിനാരി എല്ലാം കൂടി ഒരു സംഭവമാണ്. ആലുവയിലാണ്. നിങ്ങൾ ആരും കണ്ടിട്ടില്ല. ഞാൻ അതിൻ്റെ കമൻറ്റ് ബോക്സ് വായിച്ച് നോക്കിയപ്പോൾ എൻ്റെ കിളി പോയി. കാരണം ആലുവക്കാർക്ക് പോലും അറിയാത്തൊരു സ്ഥലമാണ് കേട്ടോ ഈ സാധനം. ആ കമൻറ്റ് ബോക്സ് വായിച്ച് കിട്ടിയതാണ്. നമ്മുടെ സുഹൃത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ആദ്യത്തെ യാത്ര കേട്ടോ. അത് കഴിഞ്ഞ് സിംഗിൾ സ്പീഡ് സൈക്കിളിൽ നമുക്ക് ആക്ച്വലി എവിടെ വരെ പോകണമെന്ന് അറിയോ? തൃശ്ശൂർ വരെ 40 കിലോമീറ്റർ. കൊച്ചി മെട്രോയിൽ കയറിയിട്ട് ആലുവ വരെ പോവും. ആലുവയിൽ നിന്ന് ഒരു 50 കിലോമീറ്ററൊക്കെ ഉണ്ടാവും ഏകദേശം. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ കോളേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് സെൻറ്റ് പോൾസ് കോളേജ് കളമശ്ശേരി കേട്ടോ. അപ്പോൾ ഈ വഴി കൂടെ നമ്മൾ കയറിയിട്ട് നേരെ മെട്രോ കയറാൻ വേണ്ടി പോവാണ്. അവിടെ നിന്ന് ആലുവയിൽ നിന്നാണ് നമുക്ക് അങ്ങോട്ട് തിരിയേണ്ടത് കേട്ടോ. കാരണം മെട്രോ ഉള്ളപ്പോൾ മെട്രോ ചവിട്ടാൻ കഴിയും. ഇത് ഈ സാധനം സിംഗിൾ സ്പീഡ് സൈക്കിൾ ആയതുകൊണ്ടേ മുതലാവില്ല, ചവിട്ടി പണിയാവും. പിന്നെ ചാർജ് നമുക്ക് സേവ് ചെയ്യണം. ഇതും കൊണ്ട് തൃശ്ശൂർ വരെ എത്തേണ്ടതാണ്. അപ്പോൾ ഗവൺമെൻറ് ITI കേട്ടോ, അല്ലല്ല ഗവൺമെൻറ് ITI സെൻറ്റ് പോൾസ് കോളേജ് അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ സംഭവങ്ങൾ. ഇത് നമ്മുടെ HMT ജംഗ്ഷൻ കളമശ്ശേരി. അപ്പോൾ ഇവിടുന്ന് ഇത് കയറിയിട്ട് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ആലുവയിൽ ഇറങ്ങിയിട്ട് സ്ഥലം കണ്ടുപിടിക്കാം ഗൈസ്. അങ്ങനെ ആലുവയിലെത്തി. നമ്മുടെ ആ സിഗ്നൽ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഇത് കേട്ടോ മീൻചട്ടി സീ ഫുഡിൻ്റെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഇല്ലേ, മീൻചട്ടി. ഇവിടെ നിന്നാണ് പോയി കഴിഞ്ഞാൽ ആലുവ പാലം. അതിൻ്റെ ഇടയിൽ ഇവിടെ തിരിഞ്ഞ് കഴിഞ്ഞ് സൈക്കിൾ അവിടെ വെച്ചിരിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാട്ടാം. പിന്നെ സെൻറ്റ് ജോസഫ് പൊണ്ടിഫിഷ്യൽ സെമിനാരി മംഗലപ്പുഴ ആലുവ എന്ന് പറഞ്ഞിട്ടാ 100 മീറ്റർ. ഞാനിത് ലൈക്ക് ഹിസ്റ്ററി ഒന്നും ആർക്കും ഇഷ്ടപ്പെടുന്നൊരു സംഭവമൊന്നുമല്ല, ഹിസ്റ്ററി കേട്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ആർക്കിടെക്ചറാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ചേട്ടാ ഇവിടെയല്ലേ മറ്റേ ആ സെമിനാരി ഉള്ളത്? ഇവിടെ നിന്ന് എന്തോരമുണ്ട്? ആ വളവല്ലേ? അവിടെ കുർബാന നടക്കുമോ? എങ്ങനെയാ? ഉണ്ടാവുമായിരിക്കും അല്ലേ? അല്ല എല്ലാ ദിവസവും നടക്കാറുണ്ട്, അങ്ങനെ വല്ലതും ഉണ്ടോ? സെമിനാരിയിൽ കുർബാന ഉണ്ടല്ല, എന്നാലും കുർബാന ഇല്ലാത്ത സെമിനാരി ഉണ്ടല്ലോ അല്ലേ? അല്ല പൊതുജനങ്ങൾക്ക് അപ്പുറത്തെ പള്ളിയിലാണ് അല്ലേ? ശരി. ഈ സെമിനാരി എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, സെമിനാരി നമ്മുടെ പള്ളിയിലത്തെ അച്ഛന്മാരൊക്കെ ഉണ്ടല്ലോ, ആ പള്ളിയിലത്തെ അച്ഛന്മാരാവാൻ വേണ്ടിയിട്ട് പഠിക്കുന്ന സ്ഥലം, അതാണ് സെമിനാരി കേട്ടോ. ഇനി ആർക്കെങ്കിലും സെമിനാരി എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. അയ്യോ മോട്ടർ ഓൺ ചെയ്തില്ല, വരുന്നുണ്ട് മോട്ടർ ഓൺ ചെയ്തിട്ട്. ഇത് ചെറിയ വഴിയാണല്ലോ, വളരെ ചെറിയ നേരോ ആയിട്ടുള്ള വഴിയാണ് കേട്ടോ. ഭയങ്കര ചെറിയ വഴിയാണ്, നോക്കിയേ, ഭയങ്കര ചെറിയ വഴിയാണ് കേട്ടോ. ചെറിയൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടില്ല എന്നാണ്. പക്ഷെ നമ്മൾ എന്നാണെങ്കിലും ഒന്ന് പോയി നോക്കണമല്ലോ, അതാണല്ലോ നമ്മുടെ ഒരു മര്യാദ. ഇവിടെ ഇതാണ് കേട്ടോ. സത്യം പറയണ കിളി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിളി പോയിട്ട് ആ ഒരു സെമിനാരിയുടെ ആർക്കിടെക്ചർ കണ്ടിട്ട് ഞാൻ ആലുവയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ആ റീൽസ് കണ്ടപ്പോൾ അവസാനം ആലുവയിലാന്ന് പറഞ്ഞപ്പോഴാണ് ഞെട്ടിപ്പോയത് കേട്ടോ. ഇതാണ് സെമിനാരിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ആസ് യൂഷ്വൽ സെക്യൂരിറ്റിക്കാരനുണ്ട്. ചുമ്മാ ഒന്ന് കയറി നോക്കി നോക്കാം. ഒന്ന് പോയി കണ്ടിട്ട് വരാൻ പറ്റുമോ? പ്രവേശനമില്ല അല്ലേ? തൃശ്ശൂരിൽ നിന്ന് വരണതാ, ഒരു കാര്യമില്ല.
അപ്പോൾ ഉള്ളിയാണ് ഞാൻ തുമ്പത്തെ പള്ളിയുടെ ഏതാ ആണോ? ഇവിടെ നിന്ന് വല്ലയിടത്തും കാണാൻ പറ്റുമോ, അറിയാൻ പറ്റുമോ? അവിടെ പോയി കഴിഞ്ഞാൽ ആ ഫ്രണ്ട് പോകാൻ കാണാൻ പറ്റുമോ? ഏതാ? അവിടെയും കിടത്തി വിടില്ല അല്ലേ? എപ്പോഴാണ് ക്ലാസ് ഇല്ലാത്തത്? ഞായറാഴ്ച ഉണ്ടാവില്ല. അപ്പോൾ ഞായറാഴ്ച ഒന്നൊന്ന് വേണമെങ്കിൽ കണ്ടിട്ട് പോകാൻ പറ്റുമോ? സാങ്ഷൻ വാങ്ങണം. സാങ്ഷൻ വാങ്ങാൻ ഇപ്പോൾ ഒരാൾ വന്നിട്ടുണ്ട് പള്ളിയുടെ മുന്നിലേക്ക് ഒന്ന് വരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ സാങ്ഷൻ കിട്ടുമോ? ഇപ്പോൾ കിട്ടില്ല. ഇന്ന് കിട്ടില്ല. ഞായറാഴ്ച പറ്റുകയാണെങ്കിൽ നോക്കണം അല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ. വേറെ ഏത് സെമിനാർ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് താഴെ ഉണ്ട്. അത് ആ ഒരു ഭംഗി കാണാൻ പറ്റുമോ? ഇവിടുത്തെ ഭംഗി സെയിമോ? ആണോ? ശരി. അങ്ങോട്ട് ഇറങ്ങി പോകണല്ലേ? റൈറ്റ് തിരിയണം. ഓക്കെ, താങ്ക്സ്. ആ റീൽസിൽ പറഞ്ഞത് ശരിയാണ് കേട്ടോ. സംഭവം അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടില്ല. ഞാൻ അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആ റീൽസിൻ്റെ ഭാഗം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ആ ഭാഗം ഇതിൽ ആഡ് ചെയ്യാം, വീഡിയോയിൽ ആഡ് ചെയ്യാം. ഇവിടെ വേറൊരു കുറച്ചുകൂടി നീങ്ങിയിട്ട് ഒരു സെമിനാർ ഉണ്ടെന്ന് പറഞ്ഞു. എൻ്റെ പൊന്നേ, എന്ത് സൗണ്ട് അതിന്! അതിൻ്റെ ഇതൊന്ന് പോയിട്ട് ശരിയാക്കണം കേട്ടോ. അതിൻ്റെ ഡിസ്ക് ബ്രേക്ക് ചെയ്യണത്. ഡിസ്ക് ബ്രേക്ക് അടിപൊളിയാണ്. അതിന് വലിയ ഡിസഡ്വാൻറ്റേജസും കാര്യമൊന്നുമില്ല. പക്ഷേ ഇൻ കേസ് എന്തെങ്കിലും മണ്ണോ ചെളിയോ പൊടിയൊക്കെ അതിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സൗണ്ട് വരും കേട്ടോ. കണ്ട അതിൽ ഈ ചെളി കോടതി കണ്ടില്ലേ? ഈ മഴയും ചെളിയും കാര്യങ്ങളൊക്കെ ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അതൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് മാറും കേട്ടോ. അപ്പോൾ ഇവിടെ എവിടെയാണെന്നാണ് ഞാൻ ആ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞത്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച സ്ഥലം ഞാൻ ഉദ്ദേശിച്ച സ്ഥലം ഇവിടെയല്ല കേട്ടോ. ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുള്ളത്. നമ്മുടെ ഗുരുകുലവാസമൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ കേസ്? അതേ സെയിം സംഭവം തന്നെയാണ് കേട്ടോ. ഇവിടെയല്ല കേസ്. ആ വഴി നന്നാക്കിയിട്ടില്ല, മോശം തന്നെയാണ്. ഞാൻ ഉരുട്ടിക്കൊണ്ടുവരാ ചെയ്തത്. ശരി. ആ വന്ന വഴി എങ്ങനെയുണ്ട്? നല്ല വഴിയാണ്. ഫുള്ളിതാ. ഞാൻ പറഞ്ഞു വന്നത് അതല്ല കേട്ടോ. ആ ഒരു സെമിനാരില്ല. ഇവിടെ വേറെ ഏതോ സെമിനാരി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ച സെമിനാരി, അതല്ല. സോ നമുക്ക് ഞാൻ ആ റീൽസ് ഞാൻ കാട്ടിത്തരാം കേട്ടോ. നമ്മുടെ ഒരു സുഹൃത്താണ് സോളോ വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രോൺ ഷോട്ട് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ കാട്ടിത്തരാം. നിങ്ങൾക്കപ്പോൾ ഒരു ഐഡിയ കിട്ടും കേട്ടോ. കണ്ടില്ല ആ റീൽസ്? അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. കിടിലൻ സാധനം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ, എങ്ങനെയുണ്ട് എന്നുള്ളത്. ആലുവാക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇത് പുതിയ അറിവാണോ ഇതറിവാണോ എന്നുള്ളത്. ഞാൻ അത്രയ്ക്ക് ഞെട്ടിപ്പോയി ആ സാധനം കണ്ടപ്പോൾ കേട്ടോ. അതുകൊണ്ട് മാത്രം ഷെയർ ചെയ്തതാണ്. ഇനിയിപ്പോൾ നമുക്ക് ആക്ച്വലി തൃശ്ശൂർ വരെ എത്തണം. ഇവിടെ നിന്ന് തൃശ്ശൂർക്ക് ഞാനിപ്പോൾ എല്ലാവർക്കും അറിയാം ഇലക്ട്രിക് സൈക്കിളാണ്. ഇലക്ട്രിക് സൈക്കിള് എന്തിനെടുത്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ കുറേ പേർക്ക് നമ്മുടെ സൊമാറ്റോ വ്ളോഗ് ഇഷ്ടമാണ് കേട്ടോ. സൊമാറ്റോ വ്ളോഗ് ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് സൊമാറ്റോ വ്ളോഗ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എല്ലാ ദിവസവും വീഡിയോ ഇടണമെങ്കിൽ എല്ലാ ദിവസവും സൈക്കിൾ ഓടേണ്ടി വരും കേട്ടോ. അപ്പോൾ നമുക്ക് റിക്കവറി കിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും സൈക്കിൾ ഓട്ടി നമുക്ക് റിക്കവർ ആവണ്ടേ. നമ്മൾ ഒരു ദിവസം ഞാനിപ്പോൾ ഇന്നലെ കഴിഞ്ഞ് മിനിഞ്ഞാന്ന് 130 കിലോമീറ്റർ സൈക്കിൾ ഓടിയിട്ട് നോർമൽ സൈക്കിള്. അപ്പോൾ എല്ലാം കൂടിയാകുമ്പോൾ നമ്മുടെ ബോഡിക്ക് താങ്ങില്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഉപയോഗിക്കാം ഒക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആലുവയിൽ നിന്ന് നമ്മൾ നേരെ തൃശ്ശൂർക്ക് പോകാനുണ്ട് ഇലക്ട്രിക് സൈക്കിളുമേ. അത് നമുക്ക് 42 കിലോമീറ്റർ അത് പോകുള്ളൂ. നമുക്ക് 60 കിലോമീറ്റർ ഉണ്ട്. ഇത് സിംഗിൾ സ്പീഡ് സൈക്കിളാണ് കേട്ടോ. അതാണ് ഏറ്റവും വലിയൊരു ചലഞ്ച് നമുക്കിന്ന് നേരിടാനുള്ളത്. പിന്നെ മഴ വന്നാൽ പെട്ടു. അപ്പോൾ അതേ ഇപ്പോൾ നമുക്ക് അവിടെ ഒരു പ്ലെയിൻ പോകുന്നത് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അവിടെ ഒരു അറ്റത്തൊരു പ്ലെയിൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ആക്ച്വലി എൻ്റെ പരിപാടി ഇപ്പോൾ സമയം 12:30 പക്ഷേ 12:30 വെയിലില്ല. കാരണം ഇപ്പോൾ ഒരു മഴ പെയ്ത് തോർന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇരുട്ട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ സൺഗ്ലാസ് നോക്കട്ടെ. അല്ല കൈസ് അത്യാവശ്യത്തിന് വെയിലുണ്ട് കേട്ടോ. ചെറിയൊരു ഇളം വെയിലുള്ളൂ. പറഞ്ഞില്ല, നല്ല വെയിലായി ഇപ്പോൾ.
അപ്പോൾ അതിൻ്റെ ഇടയിൽ വേണം നമുക്കിത് ഓടിച്ചെത്താൻ വേണ്ടിയിട്ട്. എന്തായാലും സ്ട്രഗ്ലിങ് ആയിരിക്കും കേട്ടോ. എന്തായാലും ഇപ്പോൾ ചവിട്ടട്ടെ. ഇതിപ്പോൾ ആവശ്യത്തിന് ചാർജ് ഉണ്ട് ഇതിൽ. അപ്പോൾ 30-40 കിലോമീറ്റർ 42 കിലോമീറ്ററൊക്കെ കമ്പനി പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ, എല്ലാവരും കൂടി കൊല്ലും മനുഷ്യനെ. അപ്പോൾ കമ്പനി ഏകദേശം 42 കിലോമീറ്റർ ഇത് ഓടുന്നു പറയുന്നുണ്ട്. നമുക്ക് 60 കിലോമീറ്റർ ചവിട്ടാനും ഉണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ നമുക്ക് ചാർജ് ചെയ്യാൻ വയ്ക്കാം ഗൈസ്. ചാർജറുണ്ട്, കുഴപ്പമില്ലല്ലോ. അപ്പോൾ സിമ്പിളായിട്ട് പോകാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. അറിയില്ല, 25 ഇതിൻ്റെ മാക്സിമം സ്പീഡ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ ബൈക്ക് എടുക്കാൻ കാരണം സൊമാറ്റോ വ്ളോഗ് എടുക്കണം കുറേ. ഇതിൽ കുറച്ച് മോഡിഫിക്കേഷൻ വരുന്നത്, അതൊക്കെ അടുത്ത വ്ളോഗിൽ വരും കേട്ടോ. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ടാണ് പുതിയൊരു ഇലക്ട്രിക് സൈക്കിൾ നമ്മൾ കുറച്ച് കാലത്തേക്ക് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. സോ വെൽക്കം ടു അവർ ന്യൂ ഫാമിലി അൾട്ടസ് ബോയ്. നല്ല ഭംഗിയുണ്ട്, നല്ല കളറാണ്. അപ്പോൾ അതായത് നമുക്ക് പോകാൻ കഴിയും. സമയം 1:30 മണിയായി കേട്ടോ. 1:30 മണിയായി. ന്യൂ ഗുരു ധാബ, അതുപോലെ തന്നെ വെറൈറ്റി ധാബ. ഈ സൈഡിൽ കുറേ ധാബകൾ കാണാം കേട്ടോ. ചിറങ്ങര എന്ന് പറഞ്ഞ സ്ഥലമാണ്. സോ നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഇവിടുന്ന് എല്ലായിടത്തുനിന്നും ധാബയിൽ നിന്ന് നിങ്ങൾക്ക് ഈ സ്ഥലം അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടുന്ന് ലസ്സിയും സംഭവങ്ങളും കാര്യങ്ങളും കുടിക്കാറുണ്ട്. സൈക്കിൾ ഇവിടെ വെച്ചു, ഇത് ഊരി എവിടെ ഓക്കെ ഊരിയെടുത്തു. ഇതാണ് ഹൈവേ NH, നമ്മുടെ എറണാകുളം കൊച്ചി ആ ഒരു നാഷണൽ ഹൈവേ. അതിൻ്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ ഇവിടെ വെറൈറ്റി ധാബ. ഞാൻ ഈ വെറൈറ്റി ധാബയെന്നാണ് കൂടുതലും കഴിക്കുക. അപ്പുറത്ത് ന്യൂ ഗുരു ധാബയുണ്ട്, അതുപോലെ തന്നെ ഇതുണ്ട്. ഇവിടെ നിന്ന് കൂടുതലും കഴിക്കാൻ കാരണം നല്ല രീതിയിൽ ക്വാണ്ടിറ്റി കേട്ടോ. വിജയ് പഞ്ചാബി ധാബ, അങ്ങനെ കുറേ ധാബകളുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കഴിച്ചിട്ട് ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സൈഡിൽ വരികയാണെങ്കിൽ ഇവിടുത്തെ ഫുഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം. കാരണം അത്യാവശ്യത്തിന് ക്വാണ്ടിറ്റിയിലും നല്ല ക്വാളിറ്റിയിലും ഫുഡ് തരുന്ന ഒരു സ്പോട്ടാണ്. ഞാനിപ്പോൾ എന്തായാലും ബാറ്ററിയും കൂടിയും ഊരി എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് 1 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്യാം. ഉച്ചയ്ക്ക് വെയിലില്ലെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാമല്ലോ 1 മണിക്കൂർ. അപ്പോൾ നമുക്ക് ബാറ്ററിയും കൂടി ഞാൻ ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വല്ലയിടത്തും ചാർജ് ചെയ്യാൻ വയ്ക്കാമല്ലോ. ഇവിടെ വയ്ക്കാം അല്ലേ? ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പണിയും. ശരിയാ, നമ്മൾ ഇവിടെ ചാർജ് ചെയ്യാൻ വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് നേരം ഫുഡ് കഴിക്കാൻ ആ സമയം ധാബയുടെ ഉള്ളിൽ ചാർജ് ചെയ്യാൻ വയ്ക്കാം. എന്തായാലും 1 മണിക്കൂർ നമുക്ക് ടൈം കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ ചാർജിങ് ഉണ്ട്, ചാർജിങ് കയറിയോണ്ട് നിൽക്കല്ലോ കേട്ടോ. വേറെ ലൈറ്റൊന്നും ഇല്ലല്ലോ. ഇല്ല ഗൈസ്, ചാർജിങ് ആയിട്ടുണ്ട്. റൈസ് മാത്രം ഹാഫ് ഉണ്ടാവുള്ളൂ അല്ലേ? എനിക്കൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് ഹാഫ് മാത്രം മതി. ഞാൻ ചിക്കൻ ഫ്രൈഡ് റൈസ് ഹാഫ് ഓർഡർ ചെയ്തു കേട്ടോ. വേറെ ഒന്നും ഹാഫില്ല. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഒരാൾക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 2 ആൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യത്തിന് വയററിയാനുള്ളതാവും. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇത് വന്നിട്ടുണ്ട് കേട്ടോ, ഫ്രൈഡ് റൈസ് വന്നിട്ടുണ്ട്. ചിക്കൻ ഫ്രൈഡ് റൈസ് നോക്കിയാൽ ഈ മൊന്തേര് ഫുള്ള് ചിക്കൻ ഫ്രൈഡ് റൈസാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഹാഫാണ് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഹാഫ് തന്നെ എത്ര വരുത്തുണ്ട് കേട്ടോ. ഞാൻ ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ ഇപ്പോൾ വേറെ ഒന്നും കൂട്ടില്ല കേട്ടോ. ജസ്റ്റ് ഇത് മാത്രമേ കൂട്ടാറുള്ളൂ. ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ ഒപ്പം വേറെ ഒന്നാമത് ചിക്കൻ ഉണ്ടായില്ലേ, പിന്നെ വേറെ അതിൻ്റെ എക്സ്ട്രാ ചാറായിട്ടൊന്നും ഇത് വെക്കാറില്ല കേട്ടോ. കഴിച്ചു വയ്ക്കും. ഗൈസ്, അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഒരു 3/4 മണിക്കൂർ സാധനം ഫുഡ് കഴിക്കുന്നതോടുകൂടി ചാർജ് ചെയ്തു. ഏറ്റവും പണി വരുന്നത് ഇത് സിംഗിൾ സ്പീഡാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ പേടി കേട്ടോ. മറ്റേ ഗിയർ സൈക്കിളാണെങ്കിൽ നമുക്കൊരു ഇത് കുറഞ്ഞാലും ബാറ്ററി ഇല്ലെങ്കിലും നമുക്ക് ചവിട്ടാൻ പറ്റും. ഇത് സിംഗിൾ സ്പീഡ് കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ സിംഗിൾ സ്പീഡ് ചവിട്ടിയിട്ടില്ല. ഒരു 10-20 കൊല്ലമായിട്ടുണ്ടാവും ഞാൻ സിംഗിൾ സ്പീഡ് ചവിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സാധനം
ബാറ്ററി ചാർജ് ചെയ്യാൻ വെക്കണേ. അല്ലെങ്കിൽ ഞാൻ ചെറിയൊരു സപ്പോർട്ട് മാത്രമേ ഇടണുള്ളൂ കേട്ടോ. അതെ, ഓൺ ചെയ്തിട്ട് ഏറ്റവും ചെറുതിൽ ഇടണേ. 3 മോഡുണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും ലോയിലാണ് ഇടണേ കേട്ടോ, അല്ലാണ്ട് നടക്കില്ല. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ കൊരട്ടി എത്രയെക്കാട്ടും മുന്നാണ് ഈ ദാബ ഈ സൈഡൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് നേരെ പയ്യെ റൈഡ് ചെയ്ത് കൊരട്ടി, ചാലക്കുടി, കൊടകര, പുതുക്കാട്, അമ്പല്ലൂര്, പാലേക്കര ടോള്, കലൂര്, കൊല്ലൂര്, തൃശ്ശൂർ കേട്ടോ. എന്തായാലും സമയം കുറച്ചാവും തോന്നുന്നുണ്ട്. ഞാൻ സഞ്ചാരത്തിൻ്റെ എപ്പിസോഡ് കാണാം. ഇവിടെ ഏതാ ട്രെയിൻ പോകണ്ടല്ലോ, മറ്റേ ഗുഡ്സ് ട്രെയിനാട്ടോ. സഞ്ചാരത്തിൻ്റെ എപ്പിസോഡ് കണ്ടോണ്ടിരിക്കുക. 2 മണി സമയം, പക്ഷെ 2 മണിയുടെ വെയിലും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. കംഫർട്ടായിട്ട് ചവിട്ടാം. ഈ വഴി കൂടെയാണ് മിനിഞ്ഞാന്ന് ഞാൻ ചത്ത് ചവിട്ടി കേട്ടോ, രാത്രി 8 മണിക്ക്. അതിൻ്റെ വ്ളോഗ് ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വ്ളോഗാണ് ഇട്ടിട്ട് 13 മണിക്കൂർ റൈഡ് ചെയ്ത്. എന്തായാലും നോക്കട്ടെ. ഇപ്പോൾ 2 മണി, എപ്പോൾ നമുക്ക് എത്തും നോക്കി നോക്കാം കേട്ടോ വീട്ടിൽ. ഗൈസ്, അങ്ങനെ സമയം ഏകദേശം എത്ര മണിയായെന്ന് അറിയാം? ഇപ്പോൾ ഒരു 4 മണി ആയിട്ടുണ്ടാവും കേട്ടോ. ഞാൻ കാട്ടിത്തരാം. 3:30 ഗൈസ്, 3:30 മണിയായിട്ടോ സമയം. 3:30 ആയിട്ടുള്ളൂ. നമ്മൾ ഏകദേശം ഉച്ചയ്ക്ക് തുടങ്ങിയതാണ് അവിടുന്ന് റൈഡ് ഏകദേശം ഉച്ചയ്ക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഒരു 12. ഞാൻ നിൽക്കട്ടെ, ഞാനൊരു ആ സമയത്തൊരു കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 11:30 ശേഷം 12 മണി കൂട്ടിക്കോ, 12 മണിക്ക് തുടങ്ങിയതാണ് കേട്ടോ. നമ്മൾ ഇവിടെ റൈഡും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ആലുവയിൽ കളമശ്ശേരിയും തുടങ്ങിയതാണ്. നമ്മൾ എന്നിട്ട് ഇവിടെ ഏകദേശം 3:30 ആയപ്പോൾ റൈഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടാ. കൃത്യം 3:30 നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. 3:30 മണിക്ക്. സോ കുറച്ച് ശ്വാസം വിടട്ടോ. അങ്ങനെ ഒഫീഷ്യലി നമ്മൾ നമ്മുടെ ഇലക്ട്രിക് സൈക്കിളും കൊണ്ട് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയിട്ടുണ്ട്. ബാഗും സാധനങ്ങളാണ് അവിടെ വെച്ചിരിക്കുന്നത്. കാലത്ത് തൊട്ട് വെള്ളത്തിൽ കിടന്നിട്ട് എൻ്റെ കാല് കണ്ട ഫുള്ള് വെള്ള കളറായിട്ട് പൊട്ടിയിട്ടാ, ഭയങ്കരമായിട്ട് പൊട്ടി വെള്ള കളറായിട്ട്. സോ ബൈക്കും കാര്യങ്ങളും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ലൂസായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതെ, ഒന്ന് ലൂസായിട്ടുണ്ട്. ഇത്ര നേരം ചവിട്ടിയിട്ട് ഇതൊന്ന് ചെക്കപ്പിനും കാര്യങ്ങൾക്കൊക്കെ കൊടുക്കണം. അതിനുശേഷം സ്റ്റേ ട്യൂൺ ഗൈസ്. കിഡിലൻ സൊമാറ്റോ ഡെലിവറി വ്ളോഗും ഇലക്ട്രിക് സൈക്കിൾ മോഡിഫിക്കേഷൻ വ്ളോഗും അങ്ങനെ കുറേ പ്ലാനിലുണ്ട് മനസ്സിൽ. നമ്മൾ നോർമലി ഒരു സൈക്കിൾ ഒരു കമ്പനി നമുക്ക് സൈക്കിളുകൾ ഇങ്ങോട്ട് അയച്ചു തരാറുണ്ട് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ. വീഡിയോയിൽ ഇങ്ങനത്തെ ഭാഗങ്ങൾ കാട്ടരുത്, ലൈക്ക് ഈ സൈഡിൽ നിന്നുള്ള വ്യൂസ് കാട്ടരുത്, അങ്ങനെ ചെയ്യരുത്, അങ്ങനെ കുറേ ഇതുകളുണ്ട്. ഈ സൈക്കിൾ ഇങ്ങനെ ഉപയോഗിക്കരുത്, അങ്ങനെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അങ്ങനെ ഒരു ലിമിറ്റേഷൻസും ഇല്ലാണ്ട് നമ്മൾ നേപ്പാളിൽ എങ്ങനെയാണ് ഒരു സൈക്കിൾ വാങ്ങിയത് ഒരു ദിവസത്തേക്ക് 7000 രൂപ എന്ന നിരക്കിലാണ്. 7000 രൂപ. അതെ, ഇവിടുത്തെ 7000 രൂപ, അവിടുത്തെ എത്രയോ 12,000 രൂപ നേപ്പാളി കറൻസി നേപ്പാൾ അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇത് പ്രൈസ് കാശ് കൊടുക്കണ്ട, നമ്മുടെ സുഹൃത്തിൻ്റെ നിന്ന് നമ്മുടെ നേരെ ക്രാഡിയാക്കിൻ്റെ ഇതിൽ നിന്ന് നമ്മൾ നേരിട്ട് വാങ്ങിയതാണ് കേട്ടോ. ക്രാഡിയാക്കിൻ്റെ ഡീലറിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ എടുത്ത് വാങ്ങിയതാണ് ക്രാഡിയാക്കിൻ്റെ വണ്ടി. സോ ഇതായിരിക്കും നമ്മുടെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. സ്റ്റേ ട്യൂൺഡ്. കിടിലൻ വ്ളോഗുകൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലൻ വ്ളോഗായിട്ട് കാണാം ഗൈസ്. വലിയ ക്ഷീണമല്ല, എന്നാലും മിനിഞ്ഞാന്ന് 130 കിലോമീറ്റർ ചവിട്ടിയിട്ട് അങ്ങനെ കുറച്ച് ക്ഷീണമുണ്ട്. അപ്പോൾ എന്തായാലും പോട്ടെ, ബൈ.